എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ എപ്പോഴും അനുസരണയോട് വർദ്ധിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. എന്നാലും നമ്മൾ മരിച്ച എല്ലാവരും ഒന്നിച്ച് കാണപ്പെടും. ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നമ്മൾ ഒന്നിച്ച് കാണും. ഈ ദൈവത്തിൻ്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയവരെ ദൈവം തൻ്റെ ദിനത്തിൽ ഒന്നിച്ചു കൂട്ടും. അവിടെ നമ്മൾ ഒന്നിച്ച് കാണപ്പെടുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ നിൽക്കാനുള്ള വകുപ്പെന്ന് പറയുന്നത്, നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു എന്ന് കാണുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. ഇഷ്ടദാസിയായ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവ് ഒരു കാരാഗ്രഹത്തിലാകാം. നിത്യമായി നമുക്ക് ദൈവത്തെ പോലും നഷ്ടപ്പെടാം. ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം പുറകാലെ വന്നോളും. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ഉണ്ട്, പക്ഷേ നമ്മുടെ ആത്മാക്കൾ നശിച്ചു പോകാൻ ഇടയാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആത്മനാശത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ഇതാണ് അവസാനമായിട്ടുള്ള സന്ദേശം. ഈ 3 വർഷം സംസാരിച്ചതിൻ്റെയും പൊരുൾ ഇതാണ്: ആത്മാക്കളുടെ രക്ഷ. വേറെ ഒന്നും പറയാനായിട്ട് ആഗ്രഹിച്ചില്ല, പറയാൻ ഈശോ പ്രേരിപ്പിച്ചുമില്ല. എല്ലാ ദിവസവും പറഞ്ഞത് നമ്മളെ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ അധ്വാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഈ ആലയത്തിൽ ഒരുക്കും. അപ്പോൾ നമ്മൾ അതിനോട് സഹകരിക്കണം. ബാക്കി എല്ലാ ആഘോഷങ്ങളും കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ ആഡംബരങ്ങളൊക്കെ കെട്ടടങ്ങും. പക്ഷേ നിത്യമായി നമ്മുടെ ആത്മാക്കൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. തിന്മപ്പെട്ട അവസ്ഥകളിൽ പെട്ടുപോകരുത്. അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിജ്ഞാനത്തിന് വേണ്ടി നമ്മളിന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 13:41-42 വചനങ്ങളിൽ ഇങ്ങനെ ഈശോ പഠിപ്പിച്ചു. ഈശോയാണ് പഠിപ്പിച്ചത്. ഈശോ പഠിപ്പിച്ചു. അതായത് നമ്മൾ ഒത്തിരി ബുദ്ധി വികസിച്ച് ഭയങ്കര ലോകജ്ഞാനം പരിജ്ഞാനവും ഒക്കെ നേടി നടന്നിട്ട് നമ്മുടെ അവസാനം നമ്മളെ പിശാച് കൊണ്ട് കെണിയിൽപ്പെടുത്തുന്നത് നമ്മുടെ ആത്മാക്കൾ നശിച്ചു പോകുന്നതിനെ കുറിച്ചൊരു ബോധമില്ലാതെ വളരെ പെട്ടെന്ന് നമ്മൾ മരണത്തിനടിപ്പെട്ടു പോകും. ഓടി നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ വീണു. അങ്ങനെ ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ഞാൻ വിചാരിച്ച പിശാച് നമുക്ക് വരുത്തുന്ന ദുരിതം എന്ന് പറയുന്നത് ദുഷ്ടശക്തികളുടെ ആക്രമണം, കലഹം, അടി, വഴക്ക്, ഇങ്ങനെ ക്രോധം, പ്രതികാരം, ഇതൊക്കെയാണെന്ന് ആദ്യമേ ഞാൻ കരുതി. പക്ഷേ പിശാചിൻ്റെ ഏറ്റവും വലിയ കെണിയെന്ന് പറയുന്നത് നമ്മുടെ ആത്മനാശത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മിൽ നിന്ന് എടുത്തുകളയും. നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മുടെ ആത്മാക്കൾ രക്ഷപ്പെടുന്ന വഴികളെക്കുറിച്ചെല്ലാം മറച്ചു കളയും. എന്നിട്ട് ഈ ലോകത്തിൽ കിടന്ന് വരവാൻ അത് ഈ ദൈവികമായ ഒരു ജ്ഞാനം നഷ്ടമാവും, ബ്ലോക്കാക്കി കളയും. അതുകൊണ്ടാണ് ഈശോ കൂടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 13:41-42 വാക്യം വായിച്ചേ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഈശോ പറഞ്ഞാണ് മക്കളെ, ആത്മരക്ഷയെക്കുറിച്ച് അധ്വാനിക്കണം. ഇല്ലെങ്കിൽ മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും, പാപത്തിന് കാരണമായ എല്ലാത്തിനെയും
ഒരുമിച്ച് കൂട്ടി, തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അഗ്നികുണ്ഡം, അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അഗ്നികുണ്ഡം, തീ ഇങ്ങനെ കത്തി നിൽക്കുന്ന, ഇത് ഈശോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈശോയുടെ വാക്കുകളാണ്. ശിശുമാർ കേട്ടിട്ട് ഞെട്ടലോടെ എഴുതി വെച്ചതാണ്, അഗ്നികുണ്ഡത്തിലേക്ക് എറിയുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അച്ഛന് നല്ല വാക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലേ? കുറേ നല്ല എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിത്യതയിൽ ഈശോടൊപ്പം കാണപ്പെടണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5:22. ഓരോ കാര്യത്തിലും ഈശോ ഈ തീയെക്കുറിച്ച് പറഞ്ഞു. തീ, നരകത്തീ, അഗ്നികുണ്ഡം, ഗേഹന്ന, ഈ തീക്കുണ്ടത്തെക്കുറിച്ച് ഇങ്ങനെ ഈശോ കൂടെ പറയും. വായിക്കാമോ? മത്തായി 5:22. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ഒരുത്തനെ നോക്കി, ഓ അവൻ പൊട്ടനാ എന്നൊന്ന് പറഞ്ഞാൽ, അവനൊരു പൊട്ടിയ, അവളൊരു പൊട്ടിയ എന്നൊന്ന് പറഞ്ഞാൽ മതി, നരകത്തി ഉറപ്പാ. പിന്നെ ഒരു തിരിച്ചുവരവില്ല. ദൈവമേ, അത്ര അപകടകരമായ അവസ്ഥയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ കടന്നു പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടന്ന് അധ്വാനിച്ച് എല്ലാവരെയും കണ്ടു മിടുക്കി എന്നൊക്കെ പറഞ്ഞു, ഡിഗ്രി നേടി, സമ്പത്തും നേടി, നമ്മൾ പത്രാസും നേടി, നിലയും വിലയും എല്ലാം കിട്ടി, ആളുകളുടെ കയ്യടിയും കിട്ടി, എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് അവസാനം ചെല്ലുമ്പോൾ ദേ കിടക്കണം. എവിടെ? അഗ്നികുണ്ഡം, തീക്കകത്ത് കിടന്ന് വരവ്. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ, അത് വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക്. അതുകൊണ്ടാണ് സഹോദരനെ വിഡ്ഢി എന്നൊന്ന് വിളിച്ച, അവനോട് കോപിച്ചാൽ, അവനെ ബോഴ എന്നൊന്ന് വിളിച്ച, കർത്താവ് പറഞ്ഞു പിന്നെ സ്കോപ്പില്ല കേട്ടോ. ശരിക്കും നല്ല കുമ്പസാരങ്ങളൊക്കെ നടത്തി നമ്മൾ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ നന്നായി ഒരുങ്ങണം. മർക്കോസ് 9:43-48 വായിച്ചു. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരു കൈകളുമുള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നരകത്തിലെ കെടാത്ത അഗ്നി, ഈശോ പറഞ്ഞത് കെടാത്ത അഗ്നി എന്ന് പറഞ്ഞ നിത്യകാലത്തേക്ക്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഗ്യാസോ മണ്ണെണ്ണയോ പെട്രോളോ ഒന്നും വേണ്ട. നരകത്തിലെ അഗ്നി കെടുകയില്ല. ഇപ്പം തീരുമെന്ന് തീരുകയില്ല. ആ നിത്യകാലത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതിരിക്കാൻ ആത്മരക്ഷയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, പരിജ്ഞാനമുണ്ടായിരിക്കണം. ഇത് കോളേജിൽ കിട്ടുകയില്ല, നമ്മൾ ജോലി ചെയ്യുന്ന ആശുപത്രി ഇത് കിട്ടുകയില്ല, നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിക്കാരിത് പറഞ്ഞു തരികയില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ കൂട്ടുകാർ, എന്തിനേറെ നമ്മൾ സ്വന്തം എന്ന് കരുതി വീട്ടിൽ പോലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യത്തില്ല. ഈ പള്ളിയിലല്ലാതെ, ഈശോയുടെ അടുത്തല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ബോധം നമുക്ക് കിട്ടുകയില്ല. ഈ ബോധ്യം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് കുറവുകളുണ്ട്, വഴക്കും പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഈശോയുടെ കരുണയുടെ കുമ്പസാരക്കൂടെ ഉണ്ട്. അവിടെ വന്ന് എല്ലാം ഏറ്റുപറഞ്ഞ് നന്നായി കുമ്പസാരിച്ച് ആത്മരക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം നേടി നിൽക്കണം. എളിമപ്പെട്ട് കർത്താവേ പറ്റിപ്പോയേ. എനിക്ക് സന്തോഷമുണ്ട്, ചില ആളുകളൊക്കെ ഇവിടുന്ന് കൂടെ കുമ്പസാരിക്കാനായിട്ട് പല സ്ഥലങ്ങളിലോട്ടൊക്കെ പോകും. ചിലർ ചൊവ്വാഴ്ച ഇവിടെ കുമ്പസാരിക്കും, ചിലർ ഒളിച്ചും പാത്തുമൊക്കെ പല സ്ഥലങ്ങളിൽ പോയി. നല്ല കാര്യം, എവിടെയെങ്കിലും ഒക്കെ പോയി. ഇനി സങ്കേതഭവനിലും വരാം, അവിടെ റംബാച്ചനുണ്ട്, പ്രായമായ ഒരു അച്ഛനെ കൂടെ അവിടെ ഉണ്ടാവും വിശുദ്ധ കുമ്പസാരം നടത്താൻ. ഒരു കരുണയുടെ ഒരു സ്പേസ്. ചിലർ മരുതിമൂട് പോകും, അവിടെയൊക്കെ പോയി കുമ്പസാരിക്കണം. പ്രിയപ്പെട്ടവർ, കാരണം എന്താണെന്നറിയാമോ?
പാപം കുമിഞ്ഞുകൂടി കുന്നുകൂടിയ അവസ്ഥയിൽ ഒരു കുഴപ്പമില്ലെന്നൊരു കുർബാന പിന്നെയും സ്വീകരിച്ച് മദ്യത്തിനും അസത്യത്തിനും നുണയ്ക്കും കാപട്യത്തിനും വഞ്ചനയ്ക്കും മോഷണത്തിനും ഒക്കെ വിധേയമായിട്ട് ഇങ്ങനെ പോയി മരിക്കാനിട വന്ന ജീവിതത്തിൽ തിരിച്ചുവരവില്ല. അശുദ്ധിക്കും മ്ലേച്ഛതയ്ക്കും ഒക്കെ അടിപ്പെട്ട് തെറ്റായ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ പോയാൽ തിരിച്ചുവരവില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമ്മൾ ഈശോ പറഞ്ഞു, നിന്റെ കൈ ദുഷ്പ്രേരണയ്ക്ക് കാരണമായാൽ വെട്ടി എറിഞ്ഞു കളയുക. കാരണം നീ 2 കൈ കൊണ്ട് നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കൈയുമായിട്ട് സ്വർഗത്തിൽ വരുന്നതാ. അത്രമേൽ പ്രധാനപ്പെട്ട കൈയല്ല വിഷയം, ഇവിടെ കണ്ണല്ല വിഷയം. ഇവിടെ ശരീരത്തിൽ നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളൊന്നും അല്ല കർത്താവിന് വലിയ വിഷയം. അതൊക്കെ വേണം, പക്ഷെ അതിനേക്കാളും കർത്താവിന് 1-ാം സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാക്കളുടെ രക്ഷപ്പെടണം. ഇതിനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹായും അത് തന്നെ പറഞ്ഞു. യോഹന്നാൻ വെളിപാട് 20-14-15 വാക്യങ്ങൾ വായിക്കാം. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് 2ാമത്തെ മരണം, അഗ്നി തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരില്ലയോ? അഗ്നി തടാകം. അഗ്നി തടാകം. ശാസ്താംകോട്ട തടാകം കണ്ടിട്ടുണ്ട്, ശുദ്ധജല തടാകം. പക്ഷേ അഗ്നിയുടെ തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടാകത്തിൽ വീണു പോയാൽ പിന്നെ പ്രിയപ്പെട്ടവരെ രക്ഷയില്ല. അതുകൊണ്ട് നമ്മുടെ ചെയ്തികളെ പരിശോധിക്കാൻ, നമ്മുടെ പ്രവൃത്തികളെ സ്വയം വിലയിരുത്തി. ഇതിനകത്ത് വീട്ടിൽ മത്രാന്മാരുണ്ടെങ്കിലും, വീട്ടിൽ വൈദികരുണ്ടെങ്കിലും, വീട്ടിൽ കന്യാസ്ത്രീകളുണ്ടെങ്കിലും, വീട്ടിൽ വിശുദ്ധരായ ആളുകളുണ്ടെങ്കിലും കണക്ക് കൊടുക്കേണ്ടത് ഒറ്റയ്ക്കാ. ഭാര്യയും കാണുകയില്ല, ഭർത്താവും കാണുകയില്ല, മക്കളും കാണുകയില്ല. ഒറ്റയ്ക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനിത് എല്ലാം പറഞ്ഞാലും നിങ്ങൾ ആരും കാണുകയില്ല. ഞാൻ കണക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണം. എൻ്റെ കണക്ക് ഞാൻ ബോധിപ്പിക്കണം. ആർക്കും ഒഴികഴിവില്ല. അടുത്ത വചനം അതിനകത്ത് പറയുന്നുണ്ട്, ചെറിയവരും വലിയവരും ഒന്നുപോലെ ന്യായപീഠത്തിൻ്റെ മുൻപിൽ വരും. ചെറിയവരും വലിയവരും ഒന്നുപോലെ ന്യായപീഠത്തിൻ്റെ മുൻപിൽ വരും. ഇത് നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ലെന്ന്. അങ്ങനല്ല. ഒരു ഉദാഹരണം പറഞ്ഞാലേ, ഒരു ചേട്ടായി, ഈ ചേട്ടായി ഭാര്യയ്ക്ക് വയ്യാതായി. ഭാര്യ ഷുഗർ കൂടി അവസാനം അങ്ങ് മരിക്കാറായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, എന്നിട്ടും പക്ഷെ മരിക്കുന്നില്ല, കുറവുകളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഈ ഭാര്യ മരിച്ച്. ഭർത്താവിന് 55 വയസ്സ്, ഭാര്യയ്ക്ക് 54 വയസ്സ്. ഭാര്യ മരിച്ചു. ഭർത്താവ് നെഞ്ചത്തടിച്ച് കരഞ്ഞു, ഞാൻ എത്ര നാൾ നിന്നെ നോക്കിയതാ, നീ പോയല്ലോ എന്ന് പറഞ്ഞ് വാവിട്ട കരയാണ്. അങ്ങനെ കരഞ്ഞ് അവസാനം ഈ ആൾക്കാരെല്ലാം വന്ന് ആശ്വസിപ്പിച്ചു. തിരുമേനിമാർ വന്നു, അച്ഛന്മാർ വന്നു, ആഘോഷമായ അടക്കം നടത്തി. എല്ലാവരും നല്ല വാക്കുകൾ പറഞ്ഞു. അങ്ങനെ അടക്കം ഒക്കെ കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടായി വേറൊരു കല്യാണം കഴിച്ച്. അപ്പോൾ ആൾക്കാർക്കൊരു സംശയം, ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ? എന്നാലും കല്യാണമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയാമോ സംഭവിച്ചത്? ഈ ആളിന് എല്ലാ ദിവസവും ഇൻസുലിൻ കൊടുക്കുന്നത് എത്ര അളവെനിക്കറിയത്തില്ല, അതിൻ്റെ 3 ഇരട്ടി ഒരു ദിവസം ഇങ്ങെടുത്ത് എന്നിട്ട് ബരിയെ കൊണ്ട് കുത്തിവെച്ചു. ആരും കണ്ടില്ല. രാവിലെ നോക്കിയപ്പോൾ ഭാര്യ മരിച്ചു. പക്ഷെ ബൈബിൾ ഇത് കാണുന്നുണ്ട് എന്ന് 50-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ ഇതെല്ലാം കാണുന്നു. വായിക്കാമോ? സങ്കീർത്തനം 50-ാം സങ്കീർത്തനത്തിൻ്റെ 21, 22 വാക്യങ്ങൾ വായിക്കാമോ? നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു. നീ ഇതെല്ലാം ചെയ്തിട്ട്, ദൈവം പറയുകയാണ്, ഈ ഭൂമിയിൽ ആരും കാണാതെ പറ്റിച്ച്, ആരും കാണുന്നില്ല എന്ന് കരുതി ഓരോ കാര്യങ്ങൾ ചെയ്യുക.
ഭാര്യയെ പറ്റിക്കുക, ഭർത്താവിനെ പറ്റിക്കുക, ആൾക്കാരെ പറ്റിക്കുക, പള്ളിയെ പറ്റിക്കുക, നാട്ടുകാരെ പറ്റിക്കുക, ഇങ്ങനെ ആരും കാണുന്നില്ല എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ. ദൈവവചനം പറയാണ്, നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു. ദൈവം പറയണ, ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. അപ്പൊ നീ കരുതി കുഴപ്പമില്ലെന്ന്. പക്ഷെ അടുത്ത വചനം എന്താണെന്നറിയാമോ? നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ കരുതി നിന്നെ പോലാണ് ഞാനും, സാരമില്ല, കുഴപ്പമില്ല, ഇതൊന്നും ചെയ്താലും പിടിക്കപ്പെടത്തില്ല എന്ന് നീ കരുതി. അടുത്ത വചനമോ? എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു. നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വെക്കുന്നു. നിരത്തി വെക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു നിർത്തിയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത കുറ്റങ്ങൾ, ഏറ്റുപറയാത്ത കുറ്റങ്ങൾ, കുമ്പസാരത്തിൽ ഏറ്റുപറയാതെ മറച്ചു വെച്ച് കൊണ്ട് നടന്ന കുറ്റങ്ങളെല്ലാം കർത്താവ് 1, 2, 3, 4 നിരത്തി വെക്കുക. നോക്കുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിതേ അത്തപ്പൂ ഇട്ട കണക്ക് അത്തപ്പൂവിൻ്റെ നടുക്ക് നിൽക്കുക. കുറ്റങ്ങളുടെ ഒരു പൂക്കൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുക. ചെറിയ പൂക്കൾ, വലിയ പൂക്കൾ, ഇങ്ങനെ ആഹാ, അതിൻ്റെ നടുക്ക് നിലവിളക്ക് കണക്കെ നമ്മൾ നിൽക്കുക. കാരണം ഇത് ഏറ്റു പറഞ്ഞില്ല. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുന്നത്, തെറ്റുകൾ ഏറ്റു പറയാത്തവൻ ഐശ്വര്യമുണ്ടാവില്ല, അത് ഏറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. തെറ്റുകൾ മറച്ചു വെക്കുന്നവൻ ഐശ്വര്യം ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം പറയാണ്, നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വെക്കുന്നു. എനിക്കിവിടെ കുറച്ചുപേരെ എനിക്ക് വളരെ, പ്രത്യേകിച്ച് അവരുടെ കുമ്പസാരം എനിക്ക് വളരെ ഇഷ്ടമാണ്. കുമ്പസാരത്തിൻ്റെ പറയുന്നതല്ല, മറിച്ച് ചെറിയ കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് പോലും അവരത് പറഞ്ഞ് ഈശോയെ വേദനിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ പറയും. വളരെ മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മമായ തലങ്ങൾ പോലും അവരുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടും. വളരെ കൃപയുള്ള കുമ്പസാരം, അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുള്ളത് കൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കി കൊടുക്കും, ജ്ഞാനം കൊടുക്കും, അത് പറഞ്ഞ് പരിത്യജിക്കാൻ. അടുത്ത വചനം പറയാണ്, 50-ാം സങ്കീർത്തനം 21, നീ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ മൗനം ദീക്ഷിച്ചു, നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ കരുതി. ഈ മത്തായി ചേട്ടനെ, ഈ ഭാര്യയെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊന്ന് 3 മാസം കഴിഞ്ഞ് വേറെ കല്യാണം കഴിച്ച ചേട്ടൻ ആരും കണ്ടില്ല, അടക്കം ഭംഗിയായിട്ട് നടത്തി, വാവിട്ട് കരഞ്ഞു. എല്ലാവരുടെയും മനസ്സിൽ മത്തായി ചേട്ടൻ പുണ്യപുരുഷൻ. പക്ഷേ ദൈവം പറയാണ്, എൻ്റെ മത്തായി, നിന്നെ ഞാൻ കാണുന്നുണ്ടായിരുന്നു, നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വെക്കുന്നു. എന്നിട്ട് അടുത്ത വചനം 22-ാം വാക്യം, ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കണമേ. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മ വേണം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് കരുതി നമ്മുടെ ജീവിതം കൊണ്ട് നശിപ്പിച്ച് കളയല്ല. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും, രക്ഷിക്കാൻ ആരുമുണ്ടായിരിക്കുകയില്ല. എന്തൊരു പേടിപ്പിക്കുന്ന വചനമാണ്. രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല, നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഈ വചനം ഉള്ളിൽ തട്ടണം. നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇമേജിൻ്റെ ഒരു ഈഗമുണ്ട്. ഇമേജ്, സൽപ്പേര്, അവരറിഞ്ഞ ഇവരറിഞ്ഞ, അങ്ങനെ അറിഞ്ഞ ഇങ്ങനെ, അയ്യോ എന്നെ ജീവിതം പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഇത് കാണും. ദൈവത്തിന് പണ്ട് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതായിരുന്നു. ഇപ്പോൾ CCTV പവർഫുൾ ക്യാമറ ഇങ്ങനെ വെച്ച്, ഇങ്ങനെ വെച്ച്, ജോവാൻ ഇങ്ങനെ വെച്ച്, ജോണേ ഇങ്ങനെ ക്യാമറ എല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ ക്യാമറ അന്നേരം റെക്കോർഡ് ചെയ്യും, എന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. സ്ക്രീനെ കാണുമ്പോഴാണ് നോക്കുമ്പോൾ മത്തായി ചേട്ടൻ രാത്രി എഴുന്നേൽക്കുന്നു, പതിയെ അടുക്കളയിൽ പോകുന്നു, ഫ്രിഡ്ജ് തുറക്കുന്നു, ഇൻസുലിൻ എടുക്കുന്നു, 35 എടുക്കേണ്ടതിന് പകരം 75 വലിച്ചെടുക്കും, കൊണ്ടുപോയി കുത്തിവെച്ചു. കണ്ട് കുറ്റങ്ങളിങ്ങനെ നിരത്തി വെച്ച് കയ്യോടെ പിടികൂടിയത്. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ
ചീന്തിക്കളയും, രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര അപകടകരമായ ദൈവത്തിൻ്റെ കരുണ നമുക്കുണ്ട്, ദൈവത്തിൻ്റെ കരുണയുണ്ട്, അതിനാണ് കുമ്പസാരക്കൂട്. പക്ഷേ നീതിമാനായ ഒരു ദൈവമുണ്ട്, വിധിയാളനായ ഒരു ദൈവമുണ്ട്. ദൈവം കരുണയാണ്, ക്ഷമിച്ചോളൂ എന്ന് മാത്രം ചിന്തിച്ച് അവസാനം ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ ഇകഴ്ത്തിക്കെട്ടരുത്. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കതായ പ്രതിഫലം തരുന്ന ഒരു ദൈവം കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നീതി നടപ്പാക്കുക. അതുകൊണ്ടാണ് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പഠനത്തിൽ പുസ്തകത്തിൽ 1033 ഖണ്ഡിക, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇല്ല എടുത്തിട്ടുണ്ട്. 1033 ഖണ്ഡികയും മുതൽ 1037 വരെയുള്ള ഖണ്ഡികകളുണ്ട്. അതിൽ 1033 ഖണ്ഡിക എന്ന് വായിക്കാം. നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ കഴിയുകയില്ല. വളരെ ശ്രദ്ധിക്കണം, പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. നാം ദൈവത്തോട് സ്വതന്ത്ര മനസ്സോട് ഐക്യപ്പെട്ടിരിക്കാൻ തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തോട് സൗഹൃദമുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് പള്ളി വന്നതിൻ്റെ പേരിൽ കേൾക്കണമല്ല, മറിച്ച് സ്വതന്ത്ര മനസ്സോട് നമ്മോട് തീരുമാനം, എനിക്ക് എൻ്റെ ദൈവം വേണം, ഇനി സമയമില്ല, ഇനി നമുക്ക് നഷ്ടപ്പെടാൻ സമയമില്ല, കളയാൻ സമയമില്ല, എനിക്കെൻ്റെ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കണം. എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ക്യാരക്ടറിൽ ഉണ്ടാകുന്നതായ വീഴ്ചകൾ, ഞാൻ കൊണ്ടു നടക്കുന്ന സ്വകാര്യ സുഖങ്ങൾ, പാപത്തിൻ്റെ ചില നൈമിഷിക സുഖങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ചില അവസ്ഥകൾ, ബന്ധങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് അപകടമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് കർത്താവ് പറഞ്ഞു വായിച്ചേ. എന്നാൽ അവിടുത്തേക്കെതിരായോ നമ്മുടെ അയൽക്കാരനെതിരായോ നമുക്ക് തന്നെ എതിരായോ ഗൗരവമായ പാപം നാം ചെയ്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ക്ലിയർ. സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒരു കൊലപാതകിയിലും നിത്യജീവൻ നിലനിൽക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ കർത്താവിൻ്റെ സഹോദരങ്ങളായ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഗൗരവമുള്ള ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ അവിടുന്ന് നിന്ന് നാം വേർപെടുമെന്നത് അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യം. യഥാർത്ഥത്തിൽ ഈ അഗ്നിയുടെ സ്ഥലം, നരകം, ഇത് ആർക്കു വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് പറയുന്നത്? ഇത് ആർക്കു വേണ്ടിയിട്ടാണ് ദൈവം ഈ സ്ഥലം സൃഷ്ടിച്ചത്? ഞാനിതൊരു പക്ഷത്തുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിച്ച വിഷയമാണ്. പക്ഷേ ഈ സംസാരം ഒന്നുകൂടെ ഇതേക്കുറിച്ച് പറയണമെന്നൊരു പ്രേരണ കിട്ടിയത് കൊണ്ടാണ്. കാരണം അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ്. ബാക്കി എല്ലാത്തിനേക്കാളും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാണ്. മത്തായി സുവിശേഷം 25-41 വാക്യം. അനന്തരം അവൻ തന്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവേ. നിത്യ അഗ്നി ആർക്കു വേണ്ടിയാണ് സജ്ജമാക്കിയിരിക്കുന്നത്? പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നരകത്തി ഉണ്ടാക്കിയിരിക്കുന്ന പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമാണ്. അവിടെ മനുഷ്യർ ചെന്ന് വീഴാൻ ഇടവരും. അവിടെ മനുഷ്യർ ചെന്ന് വീഴും. അതാണ് പറഞ്ഞത്, പിശാചിനും അവൻ്റെ സന്തതികൾക്കുമായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇടത്തുഭാഗത്തുള്ളവർ ചെന്ന് വീഴും. നമുക്ക് വേണ്ടി എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലം നിത്യമായ കൂടാരമാണ്, സ്വർഗമാണ്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ആത്മരക്ഷയെക്കുറിച്ച് നമ്മൾ അധ്വാനിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആലോചിച്ചൊന്ന് കണ്ടാൽ മതി. നമ്മൾ ഈ പാപ സാഹചര്യങ്ങളെ, ചിലർ പാപത്തിൽ കഴിയുന്നതിനെ, ചിലരിങ്ങനെ മദ്യത്തിൽ കഴിയുക, ചിലരിങ്ങനെ പാപത്തിൽ. ഇന്നലെ 2 പേരെ
വണ്ടി വിട്ട് പോയി പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുവന്ന് 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെ മദ്യപർക്ക് വേണ്ടിയിട്ടൊരു ധ്യാനമുണ്ട് തമ്പലക്കാട് കാഞ്ഞിരപ്പള്ളി. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇന്നലെ കൊണ്ടുപോയി വിട്ട് നമ്മുടെ തോമസ് കുട്ടിച്ചാനാണ് കൊണ്ടുവിട്ടത് സങ്കേതഭവനിലെ. അപ്പോൾ അവർ ഈ ആളുകളെ നമ്മൾ മോചിപ്പിച്ചെടുക്കാനുള്ള നമ്മുടെ ചുറ്റുവട്ടത്ത് വീണു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ ബലഹീനതകൾ കൊണ്ടാകും, സാഹചര്യങ്ങൾ കൊണ്ടാകും. നമ്മുടെ അത്രയും അറിവും ബുദ്ധിയും വിദ്യാഭ്യാസവുമില്ല, പള്ളിയോട് ബന്ധപ്പെട്ടിരിക്കാനുള്ള സാഹചര്യമില്ല, കൂദാശകളിൽ അത്ര വിശ്വാസം പോരാ, ദൈവവചനം കേൾക്കുന്നില്ല, അതിനുള്ള സാഹചര്യം ഒരുക്കിയാലും കുർബാനയ്ക്കൊക്കെ വരുന്ന പാതി കഴിഞ്ഞിട്ടാണ്, വന്നാലും മൊബൈലും എടുത്തുകൊണ്ട് വെളിച്ചാടും. എല്ലാം ഈ ബന്ധനത്തിൽ അടിമത്തത്തിൽ കഴിയാണ്, അടിമത്തത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇവരോട് നമ്മൾ വ്യക്തമായി പറയണം. നമ്മൾ പറഞ്ഞില്ല പിന്നെ ആരാ പറയുക? നമ്മൾ കുറ്റകരമായ ഒരു അനാസ്ഥയിൽ ഇത് പറയാതിരുന്നാലുണ്ടല്ലോ, നമ്മളിത് ഇവരോട് പങ്കുവെക്കാതിരുന്നാൽ അതിൻ്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ, നമ്മൾ ഒറ്റപ്പെട്ട ജീവിതമല്ല, നമ്മളൊരു സമൂഹമാണ്, നമ്മുടെ സഭയാണ്, കൂട്ടായ്മയാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ അങ്ങ് പോകാമെന്ന് കരുതരുത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ആത്മരക്ഷ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് അനിവാര്യമാണ്. അവരുടെ ആത്മരക്ഷ എൻ്റെ ആത്മരക്ഷയ്ക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു വിശുദ്ധ ജോസേഫ മെനേൻഡസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. വാഴ്ത്തപ്പെട്ടവളായി സഭ ഉയർത്തിയ ഒരാളാണ് വാഴ്ത്തപ്പെട്ട ബ്ലസ്സഡ് ജോസേഫ മെനേൻഡസ്. ഈ അമ്മയ്ക്ക് ഈ ആത്മാക്കൾ സംസാരിക്കുന്ന സ്വരം സെൻസ് ചെയ്യാൻ കഴിവുണ്ടായിരുന്നെന്നാണ് പറയുക. അങ്ങനെയൊക്കെ ചില അനിതര സാധാരണമായ അതീന്ദ്രിയമായ ചില ലോകത്തെ ചില കാഴ്ചകൾ, ദർശനങ്ങൾ കിട്ടുന്നവരുണ്ട്. അതൊന്നും നിസ്സാരമായി തള്ളിക്കളെ. അങ്ങനെയൊക്കെ ഉണ്ട്. സ്വരങ്ങൾ, ദർശനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളുണ്ട്. ഈ ലോകത്തിലെ കാഴ്ചകൾ മാത്രമല്ല, ഇതിനപ്പുറത്തേക്കുള്ള ലോകത്തിലെ പല കാര്യങ്ങളും ഇപ്പോഴും നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ ധാരാളം കേൾക്കുകയും കാണുകയും അത്ഭുതങ്ങളെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഈ ജോസേഫ മെനേൻഡസ് എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക് ആത്മാക്കൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നരകത്തിലെ ഭാഷ, നരകത്തിലൊക്കെ കിടന്ന് ഈ പിശാചുകളൊക്കെ സംസാരിക്കുന്ന ഭാഷയൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ടെന്നോ. അങ്ങനെ ഒരു ദിവസം ഒരു പിശാചിൻ്റെ കരച്ചിൽ, ഒരു കുട്ടി പിശാച് കിയോന്ന് കിടന്ന് കരയുന്നതായിട്ട് കേട്ടു. പിശാച് ഇരുന്ന് കരയാണ്. അപ്പോൾ എന്തിനാണോ കരയുന്നത്? ഒരു മൂത്ത പിശാച് ചോദിച്ചു, എന്നതിനാടാ കരയുന്നേ? പറഞ്ഞു, എൻ്റെ കസ്റ്റഡിയിൽ കൺട്രോളിൽ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ആത്മാവ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അവൻ പോയി എന്ന് പറഞ്ഞു കരയുക. ഉടനെ മൂത്ത പിശാച് ഉപദേശം കൊടുത്താണ്, എന്നാൽ പിന്നെ അവന് വേണ്ടി ആരെങ്കിലും ഉപവസിച്ചിട്ടുണ്ടാവും, അവന് വേണ്ടി ആരെങ്കിലും മുട്ടുമേ നിന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവനെ രക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ജോസേഫ മെനൻഡസ് എന്ന് പറയുന്ന ഈ വിശുദ്ധ കേൾക്കുകയാണ് ഈ സ്വരം. പിശാച് കരയുന്നു, മൂത്ത പിശാച് പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ കാരണം, ഭൂമിയിൽ ആരെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ നാട്ടിൽ ഇനി ഇവൻ ഗതി പിടിക്കത്തില്ല, രക്ഷപ്പെടില്ല എന്ന് കരുതി നമ്മൾ തള്ളിക്കളയരുത്. നമ്മൾ ഈ കുർബാനയ്ക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവരെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. കുറേ പേര് ദ്വാറ് എഴുതി ഇങ്ങനെ കുരിശ് വരച്ച് ബലിപീഠത്തിൽ വെച്ച് പ്രാർത്ഥിക്കും. പ്രകടമായിട്ട് കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ അടയാളങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് രക്ഷപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ആളിന് വേണ്ടി ബലിയർപ്പിക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും മുട്ടിന്മേൽ നിൽക്കാനും ജപമാല ചൊല്ലാനും സുഹൃതങ്ങൾ ചൊല്ലാനും നമ്മൾ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വിഷയം വെച്ച് നമ്മൾ അവനോട് മിണ്ടിക്കാണത്തില്ല, അവളോട് മിണ്ടിയിട്ടില്ല, അവളെ കുറ്റം പറയുന്നില്ലോ, അവളെ തള്ളി പറയുകയോ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ള കുറ്റം പറയാതെ ഒരാൾക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിച്ചാൽ പിശാചിൻ്റെ പിടി അയയും, രക്ഷപ്പെടും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടാൻ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരെല്ലാം നശിച്ചു, ഇനിയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, തീരാൻ പോവാണ്, ഇനിയൊന്നും അങ്ങനല്ല. യേശുക്രിസ്തുവിൻ്റെ ഭരണം
ഈ ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്നു. അവൻ്റെ രാജ്യം നമുക്കറിയാം. കുരിശിൽ അവൻ്റെ അവൻ്റെ കുരിശിൻ്റെ തലക്കൽ എഴുതി വച്ചിരിക്കുന്നത് INRI, യേസുസ് നസറേനും റെക്സ് യൂദയോറും ഇൻട്രി എന്ന് പറഞ്ഞാൽ ഹീസ് ദ കിങ്. ഹീസ് ദ കിങ്. അവൻ്റെ ഭരണം കുരിശിൽ കടന്ന് അവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരിശിൽ നോക്കുമ്പോൾ ഒരു പരാജയപ്പെട്ട രൂപമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം അതല്ല. അവൻ്റെ ഭരണമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്, അവൻ്റെ രാജ്യം. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, മക്കളെ അപ്പായോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ രാജ്യം വരണമെന്ന്, അവൻ്റെ മഹത്വം ഇറങ്ങണമെന്ന്. വിശുദ്ധ കുർബാന വഴിയായിട്ട് അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് അവൻ്റെ രാജ്യം നമ്മുടെ ഇടയിൽ സ്ഥാപിക്കുകയാണ്. അവനെ രാജാവായിട്ട് നമ്മൾ അംഗീകരിക്കുകയാണ്. അവനോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന സഭയുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. നമ്മൾ ഒറ്റപ്പെട്ടവരല്ല. അതുകൊണ്ട് മനസ്സിടിഞ്ഞ് പിന്മാറി നിൽക്കുന്നവരല്ല വേണ്ടത്. തീക്ഷ്ണതയോടെ, തീയോടെ, എരിവോടെ കൂടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വില കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ അടിയും പിടിയും ബഹളവും, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാറില്ല. എനിക്കറിയാം, മിക്കവാറും വീട്ടിലെല്ലാം പുകിലാണ്, മനസ്സമാധാനമില്ല. പ്രിയപ്പെട്ടവരെ, അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസവും ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ഒരു അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് കത്തിച്ച് ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോഡിയം കുറഞ്ഞു പോയി. പെട്ടെന്ന് കുഴഞ്ഞ് അടുപ്പയിലോട്ട് അങ്ങ് വീണു. ഒരു കൈഭാഗം മുഴുവനും അങ്ങ് പൊള്ളി. ദൈവം ഇന്നും കിടന്നത് വല്ലാതെ സഹിക്കുകയാണ്, വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നിട്ട് വിളിച്ച് ഞരക്കത്തോട് പറയുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, നിങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കാറില്ല, അത്ഭുതങ്ങളൊക്കെ നടക്കാറില്ലേ? അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛാ, ഒരു അത്ഭുതം നടക്കാൻ, എനിക്ക് സൗഖ്യം ഉണ്ടാകാൻ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായും ബലിയിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധന സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു വെളിച്ചം കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുക. തീപ്പൊള്ളലേറ്റം വെന്ത് അങ്ങിങ്ങോട്ടൊക്കെ പഴുത്തിരിക്കുകയാണ്. പക്ഷേ കാഴ്ച വെച്ച്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അതൊരു ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെടും. കാരണം ആ ആളിൻ്റെ ഭർത്താവ് ഒരു വലിയ ശുശ്രൂഷകനാണ്, അനേകരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അനേക ആത്മാക്കളെ മോചിപ്പിച്ചെടുക്കാനുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി സഹനങ്ങളാക്കും. അതുകൊണ്ട് ഈ സഹനങ്ങളൊന്നും കളയരുത്. വിലപ്പെട്ട മുത്തുകളാണ് നമ്മുടെ സഹനങ്ങൾ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളത് കാഴ്ചവെക്കണം. നമുക്ക് കൂടി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ആരാധനയുടെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് കൈ കഴുകി ഒഴിയാൻ പറ്റില്ല. ആത്മാക്കളുടെ രക്ഷയ്ക്ക് കണക്ക് കൊടുത്തേ പറ്റൂ. ഒന്നുകിൽ നമ്മുടെ ആത്മാക്കളുടെ, സ്വന്തം ആത്മാക്കളുടെ രക്ഷ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ രക്ഷ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സമാപന സന്ദേശം. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് കൈ കഴുകി ഒഴിയാനാവില്ല. നാം കണക്ക് കൊടുത്തേ പറ്റൂ. ഒന്നുകിൽ നമ്മുടെ സ്വന്തം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കണക്ക് കൊടുക്കണം. ആ ഒരു തിരിച്ചറിവ് നമുക്ക്. 16 വയസ്സുള്ള ഒരു മകൻ മരിച്ചെന്ന് വെച്ചോ, അവൻ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും, എൻ്റെ അപ്പൻ അമ്മ എന്നെക്കുറിച്ച് ഇത് പറഞ്ഞു തന്നില്ല, എനിക്ക് ബാക്കിയെല്ലാം പറഞ്ഞു തരുന്നു, പഠിപ്പിച്ചു, ജോലി തന്നു, വലിയ ആളാക്കി. പക്ഷേ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ അവർ കുറ്റപ്പെടുത്തും. മാതാപിതാക്കളെ നമ്മളെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന സമയം കാഴ്ചവെച്ച് കുറെ കൂടി ശാന്തമായി നമ്മളെ ദൈവികമാക്കി തീർക്കാനായിട്ട് നമ്മുടെ ശുശ്രൂഷകളൊക്കെ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.